ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈവാസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. തമിഴക വെട്രിക്കഴകം സ്ഥാപകൻ അല്ലെങ്കിൽ തമിഴക വെട്രിക്കഴകം തലൈവർ, അതോടൊപ്പം തമിഴിലെ സൂപ്രധാരവുമായ ദളപതി വിജയ് എഡ്യൂക്കേഷൻ അവാർഡുകൾ ഇന്ന് ചെന്നൈയിൽ വിതരണം ചെയ്തു. അതായത് അദ്ദേഹം ഇത് തുടർച്ചയായ 3-ാം വർഷമാണ് എഡ്യൂക്കേഷൻ അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. അതായത് 10ാം ക്ലാസ് പ്ലസ് 2 പാസ്സായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടികളെയാണ് അദ്ദേഹം ആദരിക്കുന്നതും അതിന് അവാർഡുകൾ വിതരണം ചെയ്യുന്നതുമൊക്കെ. ഇത് 2023 തൊട്ടാണ് അദ്ദേഹം തുടരുന്നത്. 2023, ഇപ്പോൾ 2024, ഇപ്പോൾ 2025. തുടർച്ചയായിട്ട് 3-ാം വർഷമാണ് അദ്ദേഹം ഇങ്ങനെ അവാർഡുകൾ അല്ലെങ്കിൽ ക്യാഷ് പ്രൈസൊക്കെ വിതരണം ചെയ്യുന്നത്. ചെന്നൈയിലെ തിരുവാൻമ്യൂറിലായിരുന്നു പരിപാടി നടന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എന്ന് പറയുന്നത് എപ്പോഴും അതിപ്പം പൊളിറ്റിക്സിന് വരുന്നതിന് മുമ്പാണെങ്കിലും എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള, അപ്പോൾ ഓഡിയോ ലോഞ്ചിലും കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ നല്ല മോട്ടിവേഷൻ സ്പീച്ചുകളൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ് എന്താണ് പറയാൻ പോകുന്നതെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിനെ കുറിച്ച് നോക്കുമ്പോൾ കുട്ടികൾക്കൊരു മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടും അതോടൊപ്പം തൻ്റെ രാഷ്ട്രീയമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ തൻ്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയുമാണ് അദ്ദേഹം തൻ്റെ സ്പീച്ച് അവസാനിപ്പിച്ചതെന്ന് പറയാം. അതായത് DMK-ക്കെതിരെ ആണ് അദ്ദേഹം, ഇപ്പോൾ DMK ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ DMK-ക്കെതിരെയാണ് അദ്ദേഹം സംസാരിച്ചതും. അതായത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, അവിടെ ഇലക്ഷന് പൈസ കൊടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ പൈസ കൊടുത്താണ് പലരും വോട്ട് ചെയ്യുന്നത് തന്നെ. അവിടെ അങ്ങനെ ഒരു സിസ്റ്റമാണ്. കാരണം ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും രാഷ്ട്രീയ പാർട്ടികൾ പൈസ കൊടുക്കും. ഏറ്റവും കൂടുതൽ പൈസ ആര് കൊടുക്കുന്നു അവർക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക. അങ്ങനെ ഒരു രീതിയാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ ആ ഒരു രീതി നിർത്തണമെന്നും അല്ലെങ്കിൽ ഗ്രാജുവലായിട്ട് അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാർട്ടിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പാർട്ടിയെ, പുതിയൊരു പാർട്ടിയെ സെലക്ട് ചെയ്യണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് അദ്ദേഹം തൻ്റെ പാർട്ടിയെ ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു. അതായത് കുട്ടികളുടെയൊക്കെ മുന്നിൽ കുട്ടികളിത് പേരൻസിനോട് പറയണമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ അവിടെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഉണ്ടായത് ആ എഡ്യൂക്കേഷൻ അവാർഡിൽ. അതോടൊപ്പം കുട്ടികൾക്കൊരു മോട്ടിവേഷനൊക്കെ കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ പേരൻസിനും ചെറിയൊരു രീതിയിലൊരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ കുട്ടികളുടെ വഴിക്ക് വിടണം, അവർക്ക് പ്രഷറൊന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും, അതോടൊപ്പം നന്നായിട്ട് പഠിക്കുക എന്നുള്ള സ്ഥിരമായിട്ടും അദ്ദേഹത്തിൻ്റെ അഡ്വൈസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടും തൻ്റെ പാർട്ടിയെ ഒന്നുകൂടെ അദ്ദേഹം വോട്ടിൻ്റെ കാര്യത്തിൽ പ്രൊമോട്ട് ചെയ്തു. അതായത് 2026 ഇലക്ഷൻ വരുന്നത് തന്നെ. 2026 ഇലക്ഷനാണ് അദ്ദേഹത്തിൻ്റെ ടാർഗറ്റും. അപ്പോൾ 2024 അദ്ദേഹം പാർട്ടി ആരംഭിച്ചത് തന്നെ. പാർട്ടി ആരംഭിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ എഡ്യൂക്കേഷൻ അവാർഡ് ആരംഭിച്ചത് 2023. അതിനുശേഷം പാർട്ടി ആരംഭിക്കുകയായിരുന്നു തമിഴക വെട്രിക്കഴകം. പാർട്ടി ആരംഭിച്ച് ഇപ്പോൾ 3ാമത്തെ എഡ്യൂക്കേഷൻ അവാർഡാണ്. അതായത് പാർട്ടി ആരംഭിച്ചതിന് ശേഷമുള്ള 2ാമത്തെ എഡ്യൂക്കേഷൻ അവാർഡാണ് ഇപ്പോൾ നടക്കുന്നത് തന്നെ. മൊത്തം 2020 സ്റ്റാർട്ട് ചെയ്ത 3ാമത്തെ എഡ്യൂക്കേഷൻ അവാർഡാണ് ചെന്നൈയിൽ നടക്കുന്നത്. ഇനി അടുത്ത ആഴ്ച ഇതിൻ്റെ വീണ്ടും കുട്ടികളെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. കാരണം തമിഴ്നാട് മൊത്തം കവർ ചെയ്യണമല്ലോ. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും അദ്ദേഹം അവാർഡുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടിയുള്ള സ്പീച്ചാണിന്ന് പറഞ്ഞതെന്നാണ് അദ്ദേഹം ഇപ്പോൾ സ്പീച്ച് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം അടുത്ത ആഴ്ച നടക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും വളരെ ലളിതവും വളരെ അർത്ഥപൂർണവുമായ ഒരു സ്പീച്ചായിരുന്നു പറയാം. ഒരിക്കൽ കൂടി തൻ്റെ പാർട്ടിയെ ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ സ്പീച്ച് അവസാനിപ്പിച്ചത്. ഏതായാലും 2026 ഇലക്ഷൻ എന്ന് പറയുമ്പോൾ, തമിഴ്നാട് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ വളരെയൊരു ത്രില്ലിംഗ് ഇലക്ഷൻ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ഭാഗത്ത് DMK, അണ്ണാ DMK, BJP, അതോടൊപ്പം വിജയുടെ പാർട്ടി TVK, അതോടൊപ്പം സീമാൻ്റെ പാർട്ടി തമിഴർ കക്ഷി, അങ്ങനെ നിരവധി പാർട്ടികളുണ്ട്. ഏതായാലും നല്ലൊരു പൊളിറ്റിക്കൽ ക്ലൈമാക്സിലായിരിക്കും 2026 സിനിമ വരുന്ന ക്ലൈമാക്സ് ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. 2026 ഇലക്ഷനിൽ ഒന്നെങ്കിൽ DMK തന്നെ വീണ്ടും വരും, അല്ലെങ്കിൽ ADMK BJP കൂട്ടണി വരും, എങ്ങനെയാണെന്നറിയില്ല. ഏതായാലും വിജയ്ക്ക് അവിടെ എത്രത്തോളം മുന്നേറാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് 2026 കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.